ഹലോ ഫുഡീസ്, വെൽക്കം ടു ദ ഷെയ്ഡ്സ് ഓഫ് സ്പൈസസ്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ണൂർ ഭാഗത്തൊക്കെ ഉണ്ടാക്കുന്ന അടിപൊളി ബീഫ് കറിയാണ്. ഓക്കെ, ഞാനിവിടെ ഒരു കുക്കറിലേക്ക് 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകി മഞ്ഞൾ ഉപ്പൊക്കെ ഇട്ട് കഴുകണം കേട്ടോ ബീഫൊക്കെ. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ ബീഫാണ്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 15 ചെറിയ ഉള്ളിയാണ്. ഓക്കെ, 15 എണ്ണ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. കൈവച്ച് നല്ലോണം പ്രസ് ചെയ്തിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും പിന്നെ 1/2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് 5 വിസിലിന് കുക്ക് ചെയ്തെടുക്കണം. ഓക്കെ, 5 വിസിലിന് ബീഫ് കുക്കായിട്ടില്ലെങ്കിൽ ഒരു 2 വിസിലും കൂടി അടിച്ചിട്ട് ബീഫ് കുക്ക് ചെയ്തൊന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പം ഓരോ ബീഫിനും ഓരോ ഡിഫറെൻ്റ് ആയിരിക്കും ഇതിൻ്റെ വേവുകൾ. അപ്പോൾ ഇത് ഞാനിവിടെ 5 വിസിലിനാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി അതിന് മസാല പ്രിപ്പയർ ചെയ്യാം. ഞാനിവിടെ ഒരു പാനിൽ 2.5 ടേബിൾ സ്പൂൺ കുരുമുളകും 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം സോട്ട് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റത്തേക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഓക്കെ, നല്ലോണം ചൂടായിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യുക, എന്നിട്ട് പിന്നെയും ഓണാക്കുക. എന്നിട്ട് ഇതിലേക്ക് കൊറിയാൻഡർ പൗഡറാണ്. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം സോട്ട് ചെയ്യുക. ഈ പൊടികളൊക്കെ വേഗം ബേണാവും, അതുകൊണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ നല്ല ചൂടുണ്ടെങ്കിൽ നിങ്ങളത് കൺട്രോൾ ചെയ്യുക, ഓഫ് ചെയ്യുക, എന്നിട്ട് ഓണാക്കുക. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം സോട്ട് ചെയ്തെടുക്കുക. മസാല നല്ലോണം ഒരു ബ്രൗൺ ഷെയ്ഡ് വരണം കേട്ടോ. അപ്പോൾ ഇത് കുറേ സോട്ട് ചെയ്ത് എടുക്കുമ്പോഴേക്ക് ഈ ഒരു ഷെയ്ഡിലേക്ക് മാറും. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് കാണാം, ആദ്യം ഇട്ട പൊടിയും ഇപ്പോൾ ഇട്ട പൊടിയും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷെയ്ഡ് വരുമ്പോൾ നിങ്ങൾക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. ഒരു 2-3 മിനിറ്റ് വരെ ഞാനിത് സോട്ട് ചെയ്തെടുത്തിന്. എന്നിട്ട് നമുക്കിത് തണിഞ്ഞതിന് ശേഷം നല്ലോണം ക്രഷ് ചെയ്തിട്ട് പൊടിയാക്കി എടുക്കാം. ഇനി ഞാനൊരു കടായിലേക്ക് 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പേസ്റ്റ് ക്രഷ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് 2 മിനിറ്റ് സോട്ട് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. കുറേ അടിപൊളി വെറൈറ്റി റെസിപ്പീസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണം. നിങ്ങളുടെ സപ്പോർട്ടാണ് അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാനുള്ള എൻ്റെ മോട്ടിവേഷൻ. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബാക്ക് ടു റെസിപ്പി. അപ്പോൾ 2 മിനിറ്റ് വരെ ഞാൻ ജിഞ്ചർ ഗാർലിക്ക് ഇങ്ങനെ സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടൊമാറ്റോ ആഡ് ചെയ്തിട്ടുണ്ട്, ചെറുതായി ക്യൂബായിട്ട് കട്ട് ചെയ്തത്. അപ്പോൾ അത് രണ്ടും കൂടി നല്ലോണം നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. ഈ തക്കാളിയൊക്കെ നല്ലോണം പേസ്റ്റ് പോലെ ആവണം കേട്ടോ, സോട്ട് ചെയ്തിട്ട്. അപ്പം നമ്മളിത് അടച്ച് വെച്ചിട്ട് തക്കാളി കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ മസാലയൊക്കെ നല്ലോണം ഫൈനായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയം നിങ്ങൾ വിസിൽ നോക്കണം. 5 വിസിൽ വരെ കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുക. വിസിലൊക്കെ പോയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് തക്കാളി ഓൾമോസ്റ്റ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ച് വെച്ച മസാല ആഡ് ചെയ്ത് കൊടുക്കാം. മസാല എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുൾ മസാലയും ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളി നാടൻ മട്ടൻ കറിയും താറാവ് കറിയൊക്കെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക, ഞാൻ ലിങ്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് മസാല ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നല്ലോണം സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കളറ് കിട്ടണം, നല്ലൊരു ബ്രൗൺ കളറ്. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ കറിവേപ്പില നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇടാം കേട്ടോ. ഞാനിവിടെ ഒരു കൈപ്പിടി നിറച്ചും കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ഇടുന്നതോറും നല്ലൊരു ടേസ്റ്റും മണമൊക്കെയാണ് കേട്ടോ കറിക്ക്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നല്ലോണം സോട്ട് ചെയ്തെടുക്കേണ്ടത്. ആ കളർ തന്നെ കണ്ടോ, നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ചെടുത്ത ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ബീഫും മസാലയൊക്കെ കൂടിയിട്ട് നല്ലോണം കുക്കായി വരട്ടെ. ഓക്കെ, ഒരു 2-3 മിനിറ്റത്തേക്ക് നമുക്കിത് നല്ലോണം ബോയിൽ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയൊക്കെ നല്ലോണം അടിയോടെ തന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ബോയിൽ ആവട്ടെ. ഓക്കെ, ഈ സമയം നിങ്ങൾ ഉപ്പ് നോക്കുക. കറിക്ക് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം എനിക്കിവിടെ കുറച്ച് കുറവായിരുന്നു, അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി അടച്ച് വെച്ചിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് വരെ ഇതൊന്ന് തിളവരാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലോണം തിള വന്നിട്ടുണ്ട്. 2 മിനിറ്റ് വരെ നല്ലോണം ഞാൻ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കറി. അപ്പോൾ ഇത് മേലെ നിങ്ങൾക്ക് എണ്ണ തെളിഞ്ഞിട്ട് കാണാം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഓക്കെ, എണ്ണയൊക്കെ തെളിഞ്ഞ് മേലെ കാണാം. ഇനി നിങ്ങൾക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് ഒരു 5-6 തണ്ട് കൊറിയാൻഡർ ലീഫും കൂടി എടുത്തിട്ട് മല്ലിയില അതും കൂടി ചോപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ അധിക കറിയിലും നോൺ വെജ് വെക്കുമ്പോൾ കൊറിയാൻഡർ ലീഫ് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി മല്ലിയിലിൻ്റെ മണവും ടേസ്റ്റൊക്കെ. അപ്പോൾ എൻ്റെ കറിക്ക് എല്ലാ കറിക്കും കൊറിയാൻഡർ ലീഫും കറിവേപ്പിലയും ഒക്കെ നല്ലോണം കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലിലേക്ക് ഒരു 5 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ് വരെ വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ കറി മാത്രമാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇതിടുമ്പം നല്ലൊരു ടേസ്റ്റാണ്. ആ പച്ചമുളക് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക്. ഓക്കെ, അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ കറിയായി. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇത് കാണുമ്പം തന്നെ വായിൽ വെള്ളം വരുന്നല്ലേ, അത്രയ്ക്കും ടേസ്റ്റായിരുന്നു കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ ബീഫ് കറി. അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണും അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണാം. ലവ് കുക്ക് വിത്ത് ലവ്. ബൈ.